പുതിയ ക്യാബിനറ്റ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ന് ആ സന്തോഷ വാർത്തയോടൊപ്പം തന്നെ പ്രഭാതത്തിൽ നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളതും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. കാരണം എത്രയോ വട്ടം അദ്ദേഹം നമ്മുടെ കൽപ്പറ്റയുടെ MLA ആയി ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്തുന്നത് കൽപ്പറ്റയുടെ MLA ആയിട്ട് മാത്രമല്ല, സംസ്ഥാനത്തെ മന്ത്രിയായിട്ട് കൂടിയാണ് ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹലോ മലയാളത്തിലേക്ക്. മിനിസ്റ്ററെ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. അപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരം. ഗുഡ് മോർണിംഗ് ലക്ഷ്മിക്കും അതുപോലെ ഗുഡ് മോർണിംഗ്. ഓ, അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരം ഏറ്റെടുത്തു. അപ്പോൾ ഇന്നിപ്പം ആദ്യത്തെ പ്രവൃത്തി ദിവസമാണ്. ഇപ്പോൾ ക്ലീശ ചോദ്യമാണ്, എങ്കിലും ഇത് തന്നെയാണ് ആദ്യം ചോദിക്കേണ്ടത്. ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ എന്താ തോന്നുന്നത്? വലിയ ഉത്തരവാദിത്വവും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവുമാണ്. അതിനെ ആ അർത്ഥത്തിലെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. പിന്നെ വകുപ്പ് വിഭജനം ഇന്നും നാളെയുമായി പൂർത്തീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനനുസരിച്ച് ദ്രുതഗതിയിൽ നീങ്ങാൻ ഏത് വകുപ്പാണോ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ ലോക് ഭവനിലുള്ളതായ പരിപാടിക്ക് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ വെച്ചുകൊണ്ട് UDF സർക്കാരിൻ്റെ ടേക്ക് ഓഫ് ഏറ്റവും നന്നായി നടക്കുകയുണ്ടായി. ആ മന്ത്രിസഭാ യോഗത്തിൽ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച്, ഗ്യാരണ്ടികളെ സംബന്ധിച്ച്, അതുപോലെ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ അതിപ്രധാനമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കാലത്ത് തിരുവനന്തപുരത്തെ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിടത്തിലൊന്ന് പോകണം. അവിടെ പോയി സാറിൻ്റെ ഖബറിടത്തിൽ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോട്ടയത്ത് ഒന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുത്ത് തിരിച്ചു പോരാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും വയനാട്ടിൻ്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമാക്കി നടത്താനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമ്മൾ ലീഡേഴ്സ് മോർണിംഗിലും മറ്റു പരിപാടികളിലും നിങ്ങളോടൊപ്പം പലതവണ പങ്കുചേർന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അവിടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ പങ്കാളിയായിട്ടുണ്ട്. ഇന്ന് നേരത്തെ അത് ഗവൺമെൻറ്റിനോട് പറയാനുള്ളതായ സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ, പലതും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പല ഗ്യാപ്പുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്നത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ നൽകി, UDF നൽകി, പാർട്ടി നൽകി. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളത് വലിയ ഒരു ധർമ്മമാണ്. അതിനെ ആ അർത്ഥത്തിൽ ഡിവൈനായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കേരളത്തിലെ മിനിസ്റ്റർ, ഇന്നിപ്പം ഈ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം ഇന്ന് തന്നെ പൂർത്തിയാകുമോ? ഇന്നൊരു ഉത്തരവ് പ്രതീക്ഷിക്കാല്ലേ? ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം പറഞ്ഞത് ഇന്ന് അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളാക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിക്കുന്ന സമയത്ത് CM പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഈ പട്ടികയിൽ ഇത്രയും പേര് ഉൾക്കൊണ്ട്, പക്ഷേ കഴിവും കുറച്ചധികം പ്രതീക്ഷിച്ച കുറച്ച് ആളുകളും പുറത്തുണ്ട്, അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ന്. ഇപ്പോൾ അങ്ങയുടെ കണ്ണിൽ ഈ മന്ത്രിസഭയിലേക്ക് എത്താൻ ഇനിയും കുറച്ച് പേരും കൂടെയൊക്കെ എത്തേണ്ടിയിരുന്നു. നമ്മൾ ആദ്യമൊക്കെ പരിഗണനാ പട്ടികയിലുള്ള പലരും പിന്നീട് മന്ത്രിസഭയിലേക്ക് എത്തിയിരുന്നില്ല, അപ്പോൾ കുറച്ച് പേരും കൂടി വരേണ്ടിയിരുന്നു. അങ്ങനെ ഒരു തോന്നൽ അങ്ങേക്കുണ്ടോ? സ്വാഭാവികമായി ഉണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടി എടുത്താൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. ഒരു വലിയ പ്രൊസീഡിയം ഓഫ് ലീഡേഴ്സ് ഉള്ള, ഏറ്റവും കപ്പാസിറ്റിയുള്ള, പരിചയസമ്പന്നരായ പുതുമുഖങ്ങൾ തന്നെ നല്ല വിഷനും സ്ട്രെങ്ത്തും കാണിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല ആളുകളെയും ഇപ്പോൾ മലബാർ മേഖലയുണ്ട്, മധ്യ കേരളമുണ്ട്, ദക്ഷിണ കേരളമുണ്ട്. അതിൽ തന്നെ പലതവണ MLA-മാരായി പരിചയം, ഭരണ സംവിധാനത്തിൽ നന്നായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, ചിലയിടങ്ങളിൽ ടേമാക്കി, പരിമിതമായ ഇടങ്ങളിൽ ടേമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഈ വന്നിരിക്കുന്ന ടീമിനെ സംബന്ധിച്ച് ഒന്ന് ജനങ്ങൾക്കുള്ള വലിയ പ്രതീക്ഷയുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ വാനോളമാണ്. ജെൻസി ഉൾപ്പെടെ
കേരളത്തിലെ പൊതുസമൂഹം ഉൾപ്പെടെ വിവിധ ക്രോസ് സെക്ഷൻസ് ഉൾപ്പെടെ എല്ലാത്തിനും അതീതമായി UDFന്റെ കൂടെ നിലയുറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു വലിയ വിക്ടറിയാണ്. ആ വിക്ടറി അഹങ്കാരത്തിനുള്ളതല്ല. ആ വിക്ടറി അതിശയിപ്പിക്കുന്ന ആ വിജയം വിനയത്തോടു കൂടി സ്വീകരിച്ച് ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം എന്നുള്ള മെസ്സേജ് ജനങ്ങൾ നൽകിയതാണ്. ആ മെസ്സേജ് നൽകാൻ കാര്യപ്രാപ്തിയുള്ള ഒരു നല്ല ടീമാണ് വന്നിട്ടുള്ളത്. ഒരു നല്ല ടീം എന്നതിനപ്പുറം ഒരു യങ് ടീമായിട്ട് ഫീൽ ചെയ്തു ശ്രീ ടി സിദ്ദിഖ്. ഇപ്പൊ നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ മുഖ്യമന്ത്രിക്കടക്കം അദ്ദേഹത്തിനടക്കം കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ അത്രയും പ്രായം പോലും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു യങ് മുഖ്യമന്ത്രി, അതിനൊപ്പം തന്നെ ഒരു യങ് ടീം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതും പ്രതീക്ഷ കുറച്ചധികം കൂട്ടുന്നതാണ്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കാണുമ്പോൾ കുറച്ചധികം സന്തോഷം തോന്നിയത് അങ്ങയുടെ സത്യപ്രതിജ്ഞ കണ്ടപ്പോഴാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ വയനാട് പുനരധിവാസം ആ സമയത്ത്, അതിനുശേഷം അതിൻ്റെ ടൗൺഷിപ്പ് പ്രഖ്യാപന സമയത്തൊക്കെ ഒരിക്കൽ കൂക്കി വിളിച്ച ആളുകൾ, ആ കൂക്കി വിളിച്ച ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു പകരം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങി അന്നത്തെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കുറച്ചധികം പ്രൗഡ് ഫീലിംഗ് തോന്നിയില്ലേ? ഈ ചില കാര്യങ്ങൾ നമ്മൾ മറക്കേണ്ടതും വീണ്ടും ആവർത്തിക്കപ്പെടാതെ പോകേണ്ടതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ അതുമായി സേതു പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയുന്നു. ഈ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു MLAക്കോ ഒരു ജനപ്രതിനിധിക്കോ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു അസ്വസ്ഥമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇടപെടാൻ മന്ത്രിമാരുണ്ടാകും, മുഖ്യമന്ത്രി ഉണ്ടാകും. അതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. സർക്കാർ പദ്ധതികൾ പരിപാടികൾ നടക്കുമ്പോൾ സ്വന്തം അണികളോ മറ്റാരെങ്കിലുമോ അസ്വസ്ഥമായി ആ പരിപാടിയുടെ കറക്റ്റ് ട്രാക്കിങ്ങിന് വിരുദ്ധമായി പോകുന്നുണ്ട് എങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിക്കാതെ വരുമ്പോൾ അവിടെ അസ്വസ്ഥമായ സാഹചര്യം ഉണ്ടാവും. അതാണ് അന്ന് അവിടെ കണ്ടത്. പക്ഷേ ഞാനത് സൂചിപ്പിച്ചതിന് ശേഷവും ഇടപെടേണ്ട ആളുകൾ അന്ന് ഇടപെട്ടില്ല. പക്ഷെ അതാണ് വളരെ ക്ലിയറായി പറയുന്നത്. UDF ഗവൺമെൻറ് ഉള്ള സമയത്ത്, ഞങ്ങളെല്ലാവരും ഉള്ള സമയത്ത് ഒരു കാരണവശാലും അത്തരം ഒരു സാഹചര്യം ഒരു കൗൺസിലർക്ക് പോലും, ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഉണ്ടാവാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തം നന്നായി നിർവഹിക്കും. ഇത് ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ളതല്ല, ഗവൺമെൻറ് എല്ലാവരുടെയും പരിപാടിയാണ്. ആ പരിപാടിയിൽ സെഗ്മെന്റ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തി ഏതെങ്കിലും തലത്തിൽ മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും ആശാസ്യമല്ല. ഇപ്പോൾ ഇന്നലെ LDF ആയിരുന്നു, ഇന്ന് UDF ആണ്. അപ്പോൾ ചേഞ്ചാണ്. പക്ഷേ ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് എല്ലാവരും. ആ ഗവൺമെൻറ് പ്രവർത്തനം, പദ്ധതി, പരിപാടി ആരെങ്കിലും ആക്ഷേപിക്കാനോ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യാനോ ആരെങ്കിലും അമിതമായി എടുത്ത് തലയിലേറ്റാനോ ഉള്ളതല്ല. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ ഒരു വീക്ഷണം അവിടെ അന്നുണ്ടായില്ല. ഇനി ഈ ഗവൺമെന്റ് ആ വീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകും. നിശ്ചയമായും. മിനിസ്റ്റർ, ഇപ്പോൾ അങ്ങക്ക് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ചില ഡിസ്കഷൻസ് നടക്കുന്നു. ആ ഡിസ്കഷൻസ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി അതിൻ്റെ പ്രഖ്യാപനം നടക്കും. ഓക്കെ. ഇപ്പം വകുപ്പ് ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏത് വകുപ്പാണെങ്കിലും അങ്ങ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ടൗൺഷിപ്പ് കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി, ഇനി തുടർന്നുള്ള പുനരധിവാസം അത് ഏറ്റെടുത്ത് തന്നെ മുന്നോട്ട് പോകില്ലേ? ഇന്നലത്തെ ക്യാബിനറ്റിൽ ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യാബിനറ്റ് മീറ്റിങ്ങിൽ അത് ഗൗരവത്തോടു കൂടി എടുത്തു. അതിൻ്റെ തുടർ കാര്യത്തിലേക്ക് പോകാനുള്ള നടപടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. സർക്കാർ ടൗൺഷിപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിലെ 178 വീടുകളാണ് ഫസ്റ്റ് ഫേസിൽ. ആ 178 വീടുകളിൽ ഒരു വീട്ടിൽ മാത്രമാണ് അവർ താമസിക്കുന്നത്. അതും ധൃതി പിടിച്ചൊരു അവർ നന്നായി മുന്നോട്ട് ആശ്വാസകരമായി സന്തോഷകരമായി മുന്നോട്ട് പോട്ടെ. ബാക്കിയുള്ള വീടുകളുടെ താമസം, ലിസ്റ്റ് പൂർത്തീകരിക്കൽ. ഒരു ദുരന്തം നടന്ന് ഒരു ലിസ്റ്റ് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആരൊക്കെയാണ് ദുരന്ത ബാധിതർ? ആ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെടണം. ആ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുണ്ടാക്കിയ മാനദണ്ഡങ്ങൾ സംബന്ധിച്ചതായ പ്രശ്നമാണ്. അപ്പം മാനദണ്ഡങ്ങൾ പുനർനിർവചിക്കേണ്ടതുണ്ടോ എന്നുള്ള പരിശോധന,
മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം കടങ്ങൾ എഴുതിത്തള്ളി. ആ കടങ്ങൾ എഴുതിത്തള്ളിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നേരത്തെ കേന്ദ്ര സർക്കാർ അത് എഴുതി തള്ളേണ്ടതായിരുന്നു. പക്ഷെ അവർ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് സെക്ഷൻ 12 റിപ്പീൽ ചെയ്ത് കളഞ്ഞ് അവരതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. സംസ്ഥാന നിയമസഭ യുനാനിമസായി റെസൊല്യൂഷൻ കേന്ദ്ര സർക്കാരിനോട് പാസ്സാക്കി. ആ പാസ്സാക്കിയിട്ട് പോലും അവർ ആ ഉത്തരവാദിത്വം ചെയ്തില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിൽ 775 കോടി രൂപയുണ്ട്. ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കടം എഴുതി തള്ളിയപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളുടെ കടം എഴുതി തള്ളിയില്ല എന്നുള്ള പരാതി സീരിയസ് ആയി നിൽക്കുകയാണ്. 2, ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജനറൽ എഡ്യൂക്കേഷൻ നമ്മൾ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റി. പക്ഷേ ജനറൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയുടെ പഠനം പോലും സർക്കാർ അന്ന് ഏറ്റെടുത്തില്ല. ഞാൻ നിരവധി തവണ അന്ന് പറഞ്ഞിരുന്നതാണ്, പലതവണ പറഞ്ഞിരുന്നതാണ്. ഒരാളെപ്പോലും ഏറ്റെടുത്തില്ല. ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് അച്ഛൻ, അമ്മ, വീട്, മറ്റുള്ളവരെല്ലാവരും പോയ കുട്ടികളുണ്ട്. അങ്ങനെയാണ് ഞാൻ തണൽ ഡയാലിസിസ് ശൃംഖലയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ഇദ്രീസ് ഡോക്ടറോട് സംസാരിച്ച് ഞാൻ 8 സ്റ്റാഫിൻ്റെ ബാക്കപ്പ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും റിക്കവറി റീഹാബിലിറ്റേഷൻ കോഴ്സ് പാസ്സായ MSW പാസ്സായ കുട്ടികൾ 8 സ്റ്റാഫിനെ എടുത്ത് ആ സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ ഡാറ്റ കളക്ഷൻ നടത്തി സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്ത് കുട്ടികൾക്ക് 147 കുട്ടികളെ മലബാർ ഗോൾഡ് സഹായിച്ചു, ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി സഹായിച്ചു, നിഷ് തക്കല ഡീംഡ് യൂണിവേഴ്സിറ്റി സഹായിച്ചു, ഡോൺ ബോസ്കോ, ഫറൂഖ് കോളേജ്, വിവിധ സ്ഥാപനങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിച്ചു. ഇന്ന് 147 കുട്ടികളും പഠിക്കുക. ഒരാൾ പോലും വീണിട്ടില്ല. ഇത് സർക്കാർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ ദുരന്ത സ്ഥലത്തുള്ള കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു. പക്ഷേ ഒരു കൃഷിഭൂമിയും പുനഃക്രമീകരിക്കപ്പെട്ടില്ല. അവരുടെ ഉപജീവനം സംബന്ധിച്ചതായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ സ്ട്രക്ചറൽ റീഹാബിലിറ്റേഷനിലേക്ക് സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റുള്ള റീഹാബിലിറ്റേഷൻ കാര്യങ്ങളിൽ കൃത്യതയും വ്യക്തതയും സമയബന്ധിതമായി മുന്നോട്ട് പോകാതെ പല സമയത്തും അവരുടെ വാടക മുടങ്ങി, അവരുടെ ഭക്ഷ്യക്കിറ്റ് മുടങ്ങി, അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായി. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതെ ഇത് മുഴുവൻ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം 1683 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. 529 കോടി രൂപ സാസ്കി ഫണ്ട്, 120 കോടിയോളം രൂപ SDRFൻ്റെ കോടതിയുടെ കോടതിയുടെ ഇടപെടൽ ഭാഗമായി കിട്ടിയ തുക, അതുപോലെ 229 കോടി രൂപ PDNA റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയതായിരിക്കുന്ന തുക, 775 കോടി രൂപ ജനങ്ങൾ കൊടുത്ത CMDRF ഫണ്ട്, അങ്ങനെ തുടങ്ങി വലിയൊരു തുകയുണ്ട്. ആ തുകയിൽ സമയബന്ധിതമായി ചെലവഴിച്ച് ദുരന്ത ബാധിത ആളുകളെ സമ്പൂർണ്ണമായ പുനരധിവാസം പൂർണ്ണ തോതിൽ പെട്ടെന്ന് നടത്തിക്കാനുള്ള നടപടികളും ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും. മിനിസ്റ്റർ, ഇപ്പം ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ കോൺഗ്രസിനെ വലിയതായി വേട്ടയാടിയ സംഭവമായിരുന്നു വയനാട് പുനരധിവാസം. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നീട് തറക്കല്ലിടൽ ചടങ്ങൊക്കെ നടന്നു. പക്ഷേ പിന്നീട് ഈ തിരഞ്ഞെടുപ്പ് കാലത്തു പോലും അതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ പണിയൊന്നും തുടങ്ങിയില്ലല്ലോ, ആ സ്ഥലം വെറുതെ കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണമൊക്കെ ഉണ്ടായി. പക്ഷേ വയനാടുകാർ അത് കണ്ടില്ല. കാരണം വയനാട്ടിൽ 3 ജയിച്ചു വന്നത് UDF ആണ്. അതും വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങേയടക്കം ജയിച്ചു വന്നതും കണ്ടു. പക്ഷേ ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, UDF സർക്കാർ ാണ്. കോൺഗ്രസ് ഇട്ട തറക്കല്ല് അവിടെയുണ്ട്. ഉടൻ തന്നെ അവിടെയും ഈ പുനരധിവാസത്തിൽ അല്ലെങ്കിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി കെട്ടിടങ്ങൾ ഉയരുമോ മിനിസ്റ്ററെ? ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിയെ സംബന്ധിച്ച് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിലൊരു കാര്യം പറയുന്നു. ഒന്ന് 2 ഭാഗമായി 2 കാര്യം പറയുന്നു. ഒന്ന്, കോൺഗ്രസിൻ്റെ പുനരധിവാസം ഞങ്ങൾ അത് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപിച്ച കാര്യം കൃത്യതയോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എടുത്തതായിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ ഞങ്ങൾ പാർഷ്യൽ ലേഔട്ട് ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. ആ പാർഷ്യൽ ലേഔട്ട് ചില കറക്ഷൻസ് ഞങ്ങളോട് പറഞ്ഞു. ആ കറക്ഷൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള നടപടിയെടുത്തു. ഇനിയിപ്പോൾ അവിടെ നിർമ്മാണം, അവിടെ ഓൾറെഡി കിണർ കുഴിക്കൽ ടൗൺഷിപ്പിലെ മുഴുവൻ ആ യൂണിറ്റിൽ വരുന്ന മുഴുവൻ വീടുകൾക്കും ഉള്ളതായിരിക്കുന്ന വെള്ളം എത്തിക്കാനുള്ള കിണറിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്, ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാക്കി വീടുകളുടെ നിർമ്മാണം എനിക്ക് തോന്നുന്നു
അധിക ദിവസമൊന്നും എടുക്കാൻ സാധ്യതയില്ല. ഒരു 7 ദിവസത്തിനകം, ഒരാഴ്ചക്കകം ഏകദേശം നമുക്കതിൻ്റെ ടൗൺഷിപ്പിൻ്റെ പെർമിഷൻ കിട്ടും. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പ്രവൃത്തി ആരംഭിക്കും വിത്തൗട്ട് ഡിലേ. അതിനുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി തലത്തിൽ സംസാരിച്ച് ചെയ്ത് രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിന് തുടർച്ചയായി ബാക്കിയും നടക്കും. ഒരു കാരണവശാലും കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ ദൗത്യത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പുറകോട്ട് പോകില്ല. ഞങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനം രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ശവന്തൂക്കികളെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. എനിക്കെതിരായി അവിടെ ഏറ്റവും പ്രചരണം നടത്തിയത് അതായിരുന്നു, ഏറ്റവും വലിയ പ്രചരണം അതായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാനൊരു കാര്യം പറയാം. ഒരു സാരജ് എന്ന് പറഞ്ഞൊരു മിടുക്കനായ പയ്യനുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും മരണപ്പെട്ട പയ്യനാണ്. അവൻ്റെ വീട് പോയതാണ്. ഞങ്ങൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് നന്നായി കൊടുത്ത് മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന പയ്യനാണ്. ഞാനവിടെ ഒരു റീസ്റ്റോർ എന്ന് പറഞ്ഞ കട നടത്തിയിരുന്നു. ആ റീസ്റ്റോർ കട ദുരന്തബാധിതർക്ക് അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മുഴുവൻ യഥേഷ്ടം ബ്രാൻഡഡ് വസ്ത്രങ്ങളും മറ്റുമൊക്കെ എടുത്തു കൊണ്ടുപോകാനുള്ള സൗകര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ ഈ കുട്ടി അപ്പോൾ സാറിനോട് പറഞ്ഞു, മോനെ നീ കോളേജിൽ പോകണം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MCA പഠിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ സാറിനോട് പറഞ്ഞു, നീ പോയേ പറ്റും മോനെ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, എല്ലാം മറക്കണം, ലൈഫ് വലുതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ചോദ്യമുണ്ട്, ഇനി എന്തിനാണ് സാറേ ഞാൻ ജീവിക്കുന്നത്, പഠിക്കുന്നത്? അച്ഛൻ പോയി, അമ്മ പോയി, പെങ്ങൾ പോയി. അങ്ങനെ പറഞ്ഞ കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ കുട്ടികൾ പഠിച്ച് അവൻ MCA പാസ്സായി മലബാർ ഗോൾഡിലെ ചെയർമാനോട് പ്രത്യേകം പറഞ്ഞ്, മലബാർ ഗോൾഡിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചത്. മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ ആ കുട്ടിയെ അവരുൾപ്പെടെ എൻജിനീയറിംഗ് കഴിഞ്ഞ വിഷ്ണു ഉൾപ്പെടെ 2 പേരെ മലബാർ ഗോൾഡ് മാനേജരായി പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു വലിയ, അപ്പോൾ അങ്ങനെ അവരുമായി ചേർന്ന് നിന്നതായ ഒരു MLA. നിങ്ങൾ മുണ്ടകയിലെ റിസൾട്ട് നോക്കണം. മുണ്ടകൈ ബൂത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 271. അവിടെ എൻ്റെ ഭൂരിപക്ഷം 289. ഞാൻ അഹങ്കരിച്ച് പറയല്ല, വിനയത്തോടു കൂടി പറയണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചതായ ആളുകളെ ഇവരൊക്കെ അപമാനിക്കാൻ ശ്രമിക്കുകയും മറ്റ് രീതിയിൽ പ്രചരണത്തെ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അവർ അത് സഹിക്കാതെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. ജനം പ്രതിരോധിച്ചു എന്നുള്ളതാണ്. ചൂരൽമല ബൂത്തിലും ഭൂരിപക്ഷം 239 ബൂത്തിൻ്റെ ഭൂരിപക്ഷം അട്ടമല ചൂരൽമല ബൂത്തിൽ ഉള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനവും MLAയുടെ പ്രവർത്തനവും വിലയിരുത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ വിലയിരുത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ബൂത്തിലും ചൂരൽമല ബൂത്തിലും വലിയ മെജോറിറ്റിയിൽ UDF-ന് അനുകൂലമായി അവിടെയുള്ള ജനം വോട്ട് ചെയ്യാണ്. അവരുടെ കൂടെ ചേർന്ന് നിന്നതുകൊണ്ടാണ്. നിശ്ചയമായി മിനിസ്റ്റർ, നമ്മൾ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു സംവിധാനമാണ്. ഈ ആളുകളെല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് തന്നെ പേഴ്സണലി പോലും സങ്കടം തോന്നുന്ന പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവിടുത്തുകാർ ചർച്ചയാക്കിയിട്ട് അതിനെയൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു ജനവിധി അവിടെ തന്നു. അങ്ങിപ്പതേ മന്ത്രിയായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ നമ്മൾ ഈ തിരുത്തണം എന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ തിരുത്തപ്പെടേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് അങ്ങേ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് വയനാടുകാർ. അത് തന്നെയാണ് ഏറ്റവും വലിയ ജനവിധി. ഒരു കാര്യം കൂടി വെച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. മിനിസ്റ്റർ, ഇപ്പം ഈ യുവാക്കളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ കൂടിയാണ് അങ്ങടക്കമുള്ള ആളുകളെ എല്ലാവരും കാണുന്നത്. ഇപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം അത് യുവാക്കൾക്ക് 5 ലക്ഷം പലിശരഹിത വായ്പയാണ്. അതോടൊപ്പം 25 ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത വരുന്ന പദ്ധതികളാണിത്. സർക്കാർ ധവളപത്രം ഇറക്കാൻ പോവുകയാണ്. അപ്പം അതുകൂടെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? കുറച്ച് ശ്രമകരമായിരിക്കില്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന്, കേരളത്തിൻ്റെ നിലവിലുള്ളതായിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി അവസ്ഥ, അതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ വന്നിട്ടുള്ളൊരു കാര്യം പറയാം. ഒന്ന്, ഭരണഘടനാപരമായ ബാധ്യതയാണ് നമ്മുടെ ലോക്കൽ ബോഡികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ അവർക്കാവശ്യമുള്ള ഫണ്ടുകൾ കൊടുക്കുക. ഈ ഗവൺമെൻറ്റിന് നിലവിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായ LDF സർക്കാർ അവസാനത്തെ ഗഡു പോലും കൊടുത്തിട്ടില്ല. വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അപ്പോൾ 4000 കോടി ട്രഷറിയിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രസ്താവന ഇറക്കി. തീർത്തും ശരിയല്ലാത്ത കാര്യമാണ്.
പഞ്ചായത്തുകൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ കൊടുക്കാനുള്ള അവസാനത്തെ ഗഡു പോലും കൊടുക്കാൻ പറ്റാതെ ഒരു ഗവൺമെന്റ് ഇറങ്ങിപ്പോവാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയ കേരളത്തിൽ നടപ്പിലാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പോൾ അത്തരമൊരു ഗുരുതരമായ സാഹചര്യം, വികസന പദ്ധതികൾക്ക് പണം കൊടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്തതായ ഒരു സാഹചര്യം നിലവിൽ വന്നു. അതിനെ തുടർന്നാണ് നിലവിലുള്ളതായിരിക്കുന്ന സാമ്പത്തിക അവസ്ഥ, സ്റ്റേറ്റ് എക്സ്ചക്കറിൻ്റെ നിലവിലുള്ളതായിരിക്കുന്ന ഫൈനാൻഷ്യൽ പൊസിഷൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിടം ഇതിൻ്റെ ടേക്ക് ഓഫിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഇന്നലെ തന്നെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു, ജൂൺ 15-ാം തീയതി മുതൽ KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യം ഞങ്ങൾ നടപ്പിലാക്കും. 10 കോടി മുതൽ 720 കോടി രൂപ വരെ അതിന് ചെലവ് വരും. അപ്പോൾ അത് ഏത് തലത്തിൽ നടത്തണം, ഏത് രീതിയിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ, അത് ഏത് രീതിയിൽ ദൂരീകരിക്കാനുള്ള നടപടി, അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കുന്നു. ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഞങ്ങളുടെ 5 ഗ്യാരണ്ടിയിലൊന്നായിരുന്നു മുതിർന്ന പൗരന്മാർക്കുള്ളതായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുക എന്നുള്ളത്. ജപ്പാനിലാണ് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതായിരിക്കുന്ന സൊസൈറ്റി ഉള്ളത്. നമ്മുടെ കേരളം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക. നമ്മുടെ ബർത്ത് റേറ്റ് കുറവാണ്, നമ്മുടെ ഡെത്ത് റേറ്റ് നമ്മളത് കുറവാണ്, നമ്മുടെ ലോഞ്ചിവിറ്റി ആയുർദൈർഘ്യം നമ്മളത് കൂടുതലാണ്, പ്ലസ് അതിൻ്റെ കൂടെ ഹൈ മൈഗ്രേഷനാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റിയായി കേരളം മാറുകയാണ്. അലാമിങ് സിറ്റുവേഷനാണ്, വളരെ ഗൗരവതരമായിട്ടുള്ള അലാമിങ് സിറ്റുവേഷനാണ്. അപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ള മാറ്റവും സ്ട്രക്ചറലായി കൊണ്ടുവരേണ്ടതായ മാറ്റവും ഈ കാര്യത്തിലൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ച 5 ലക്ഷം രൂപയുടെ പിന്നെ ഈ എൻ്റർപ്രണർഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ ഇതുമായി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുക ഉണ്ടാകും, തർക്കം വേണ്ട. പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ളതായിരിക്കുന്ന ഗേൾസിന് പഠിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള സംവിധാനം, അതുപോലെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സ്കീം സംവിധാനം, എല്ലാ നടപടികളും ഒന്നൊന്നായി UDF സർക്കാർ പൂർത്തീകരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ ക്ഷേമ പദ്ധതികൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ള അനുബന്ധ സംവിധാനങ്ങൾ, ആരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ക്ഷേമ പദ്ധതികൾ, കാർഷിക മേഖല, മറ്റ് അനുബന്ധ മേഖലകൾ, തീരദേശം, മലയോര മേഖല തുടങ്ങി എല്ലാ ഇടങ്ങളിലുമുള്ളതായ സമഗ്രതലത്തിലുള്ളതായിരിക്കുന്ന ഇടപെടൽ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. നല്ല ഒരു ഗവൺമെൻറ് ആയിരിക്കും. നല്ലൊരു ടേക്ക് ഓഫ് നടന്നു. ഒരു നല്ല ഒരു ക്യാബിനറ്റാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നല്ല ക്യാബിനറ്റാണ്. ഈ പ്രവർത്തനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ്. ആ ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നടപടികളുമായി ഗവൺമെൻറ് പോകും. ഓക്കെ മിനിസ്റ്ററെ, അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം UDF സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. അതിനുള്ള ഉത്തരമായിരുന്നു, അതില്ലെങ്കിൽ അത് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യർ. അപ്പം ആ പ്രതീക്ഷകൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിയട്ടെ. ഇപ്പം അങ്ങയുടെ വകുപ്പ് അറിയില്ല, ലഭിക്കുന്ന വകുപ്പ് ഏതാണെങ്കിലും അത് അതിമനോഹരമായി കൈകാര്യം ചെയ്യാൻ അങ്ങേക്കും കഴിയട്ടെ. അപ്പം ഞങ്ങൾക്കൊപ്പം ഇന്ന് ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഇന്ന് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ മിനിസ്റ്റർ, ശരി.